യൂണിയേഴ്സ് എന്ന ബ്രാൻഡ് അവരുടെ പുതിയൊരു 5G ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ 5G ഫോൺ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിഹെഡ്സ് ഇപ്പം പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള യൂണിഹെഡ്സ് ജെല്ലി മാക്സ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 5.05 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന ഡിസ്പ്ലേ സൈസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. റെസൊല്യൂഷൻ വരുന്നത് 720x1520 ആണ്. ഫുൾ HD റെസൊല്യൂഷൻ പോലും കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ചെറിയ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. അപ്പം HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. കൂടിയ റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെറിയ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. പക്ഷെ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷൻ പോലും ഇതിൽ വരുന്നില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 180 ഗ്രാം ആണ്. ഇപ്പം സ്ക്രീൻ സൈസ് കുറവാണ് എന്നുണ്ടെങ്കിലും വെയിറ്റ് 180 ഗ്രാം വരെയൊക്കെ എത്തുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഫോണുകളുടെ കാര്യത്തിൽ അത് വെയിറ്റ് കൂടുതലൊന്നുമല്ല. പക്ഷേ ഈ ഒരു സൈസിൽ വരുന്ന ഒരു ഫോണിൽ കുറച്ചും കൂടി വെയിറ്റ് കുറയ്ക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ തിക്നെസ് 16.3 mm വരുന്നുണ്ട്. അപ്പം സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിൾ തിക്നെസ് ഉള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. അതും ശ്രദ്ധിക്കണം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. അപ്പം ഇനീഷ്യലി ഓഫറിൽ 16,600 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് എന്നുണ്ടെങ്കിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാമും 256 GB ഇന്റേണലും വരുന്നുണ്ട്. LPDDR5 റാമും അതുപോലെ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 100 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 8 MP ഒരു ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ രണ്ടാമത്തെ ഒരു സെൻസർ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരാറ്. അത് കഴിഞ്ഞിട്ടാണ് ടെലിഫോട്ടോ ലെൻസ് വരാറ്. പക്ഷേ ഇത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഓൺ പേപ്പർ തിരക്കുകളില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 4000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേ സൈസൊക്കെ കുറവായതുകൊണ്ട് തന്നെ അധികം ബാറ്ററി കപ്പാസിറ്റി കൊടുക്കാൻ പറ്റില്ല. ബാറ്ററി കപ്പാസിറ്റി കുറവാണെങ്കിലും ഇതിൽ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഫോൺ ഇപ്പം ക്രൗഡ് ഫണ്ടിങ് ആയിട്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്രൗഡ് ഫണ്ടിങ്ങിൽ ഈ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ $199 എന്ന പ്രൈസിങ്ങിൽ ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അതായത് 16,600 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം ഇതിൻ്റെ ഷിപ്പിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആ ഒരു ടൈമിൽ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന ഒരു 5G ഫോണാണ്. അപ്പം അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ബാക്കി തിരക്കുകളില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടേക്കാം. എന്തായാലും ഇതുപോലുള്ളൊരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.